ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒരു ക്ലാസ്സിലും കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്രൊഫോമ ബാലൻസ് ഷീറ്റ്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ബാലൻസ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാലൻസ് ഷീറ്റും ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും. ക്യാപിറ്റൽ, ലയബിലിറ്റി, അസറ്റ്സ് ഇത്തരത്തിലുള്ള ഐറ്റംസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ കൃത്യമായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയും ഫോർമാറ്റ് നോക്കുക, എന്തൊക്കെയാണ് എലമെൻസ് ആയിട്ട് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഫോർമാറ്റ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൻ്റെ ഒരു ഫോർമാറ്റിൽ ആദ്യം അസറ്റ്സാണ് കാണിക്കേണ്ടത്. അസറ്റ്സിൽ കറണ്ട് അസറ്റ്സ് പറഞ്ഞാൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സെൻട്രൽ ഡെറ്റേഴ്സ് ആൻഡ് ഇൻവെൻട്രീസ് ആണ്. ദെൻ ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് അസറ്റ്സിൽ വരുന്നത്. ദെൻ ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സൺട്രി ക്രെഡിറ്റേഴ്സും, ടാക്സ് പ്രയബിൾ, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ദെൻ ക്യാപിറ്റൽ ആൻഡ് അതർ ഡെറ്റ്സ് ആണ്, ലോങ് ടേം ഡെറ്റ്സ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇത്രയായാൽ ടോട്ടൽ ലയബിലിറ്റീസായി. നമ്മളിതിന് മുമ്പ് പല കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സെയിം ഫോർമാറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ഐറ്റംസ് തന്നെയാണ് ഇവിടെ എലമെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ദെൻ ടെക്നിക്സ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ഹാവിംഗ് പ്രിപ്പയർഡ് the projective financial statement, the next step is to find out the economic facts about the project on the basis of projected financial data. ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക് ഫാക്ട്സ് ചില എക്കണോമിക് ഫാക്ട്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് യൂസ്ഡ് ടു അനലൈസ് ദി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? ടു അനലൈസ് ദി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നതിനുള്ളൊരു പ്രോസസ്സാണ് ഈ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. In other words, it is used to interpret the past or projected financial data. The object of financial analysis is to find out whether the project is attractive enough to secure funds and project will generate the benefits to realize the objective for which it is undertaken. അപ്പോൾ ഇങ്ങനൊരു ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി, ഈ ഒരു പ്രൊജക്റ്റ് പ്രോഫിറ്റബിൾ ആണോ, ഫീസിബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട് ഈ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അനാലിസിസും കൂടിയാണ് ഈ ചാപ്റ്ററിൽ ബാക്കി വരുന്ന പോർഷൻസ്. അപ്പോൾ അത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താം? ഒന്ന് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ദെൻ ക്യാഷ് ഫ്ലോ അനാലിസിസ്, ദെൻ റേഷ്യോ അനാലിസിസ്. ഓക്കെ, പിന്നെ ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ എംപ്ലോയിങ് ഫോളോയിങ് ടെക്നിക്സ്. ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് റിസ്ക് അനാലിസിസ് വെച്ചുകൊണ്ടും മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതോരോന്നും എന്താണെന്നും കൂടെ നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ ഫണ്ട് ഫ്ലോ അനാലിസിസ്. എ ബാലൻസ് ഷീറ്റ് ഈസ് ഓൺലി എ സ്നാപ്പ് ഷോട്ട് picture of financial position of a firm. It shows the financial position of a particular point of time. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് കാണിച്ചു തരുന്നതിനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സിമിലർലി എൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റാറ്റിക്. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ആ ഒരു ഫേം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം എത്രത്തോളാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഇത് രണ്ടും എന്താണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദേ ഡു നോട്ട് റിവീൽ ഇൻ മേജർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിഹൈൻഡ് ദി ബാലൻസ് ഷീറ്റ്
ചേഞ്ചസ്. അപ്പം ഈ ഒരു ബാലൻസ് ഷീറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മേജർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഈ ഒരു ബാലൻസ് ഷീറ്റിലോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ നമ്മൾ കാണിക്കുന്നില്ല. ദേ ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദി കോസ്റ്റ് ബൈ ചേഞ്ച് ഓർ മൂവ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ടു പീരിയഡ്സ്. അപ്പം ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല. Hence, a fund flow statement is prepared to show a change in asset, liability and net worth between two balance sheet date. ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നിന്ന് മറ്റൊരു ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ ഫണ്ടിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it is prepared to ascertain how much funds have been generated and how these funds were put to use. ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്ന എന്താണ്, ഈ ഒരു ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിനിടയിൽ എത്രത്തോളം ഫണ്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു, അതിൽ എത്രത്തോളം ഫണ്ട് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദിസ് വിൽ അസിസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് കോസ്റ്റ് ഓഫ് ഫിനാൻസ് ആൻഡ് അവോയ്ഡിങ് ഐഡിയൽ ഫണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് ഫിനാൻസ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും അതുപോലെ ഫണ്ട് ഐഡിയലാവുന്ന വെറുതെ കിടക്കുന്നൊരു സിറ്റുവേഷനും ഒഴിവാക്കാനും കഴിയും. ദ ടേം ഫണ്ട് ഹിയർ മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫ്ലോ ഫണ്ട് മീൻസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസിലെ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഓർ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ് കണ്ടീഷൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതുപോലെയുള്ളൊരു നെക്സ്റ്റ് അനാലിസിസാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നടത്തുന്ന അനാലിസിസാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതെന്താണ് ക്യാഷ് ഫ്ലോ? Cash is a critical asset. It acts as a fuel on which a project runs and it has to be kept ready at the time. Capital is needed for acquiring fixed assets, while cash is needed for acquiring current asset, for payment of current liabilities. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് മോസ്റ്റ് ക്രൂഷ്യലായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അസറ്റ് തന്നെയാണ്. അപ്പോൾ ഈ എത്രത്തോളം ക്യാഷ് നമ്മൾ ജനറേറ്റ് ചെയ്തു, അതിൽ എത്രത്തോളം ക്യാഷ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എസ്റ്റിമേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു എൻഷുർ ദാറ്റ് ദ ബിസിനസ് യൂണിറ്റ് വിൽ ഹാവ് നെസസറി ക്യാഷ് വിത്ത് ഇറ്റ്. അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഫേമിന് അവരുടെ കയ്യിൽ നെസസറി ക്യാഷ് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട് ഫ്ലോസും ആണ് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നെറ്റ് ഫ്ലോ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നെറ്റ് ഫ്ലോ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് കൂടുതലാവേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ കഴിയും. ദെൻ റേഷ്യോ അനാലിസിസ്. Simply stated, a ratio is a mathematical relationship between two figures taken from financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുക്കുന്ന രണ്ട് ഫിഗർ തമ്മിലുള്ള ഒരു ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനുള്ള ഒരു ന്യൂമറിക്കൽ റിലേഷൻഷിപ്പാണ് ഈ റേഷ്യോയിലൂടെ കാണിക്കുന്നത്. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ratio analysis is one of the well-established method employed to analyze the financial health of an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് അത് അനലൈസ് ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹാവ് ആൻ ഇൻഡെപ്ത് എക്സാമിനേഷൻ ഓഫ് ദി സ്ട്രെങ്ത് ആൻഡ് പൊട്ടൻഷ്യൽ പിറ്റ്ഫോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. It helps to compare current performance with the past and also measuring effectiveness and efficiency of organization in the light of norms of performance. അപ്പം കൃത്യമായിട്ട് ഒരു കമ്പാരിസൺ കറണ്ട് പെർഫോമൻസും പാസ്റ്റ് പെർഫോമൻസും ഒക്കെ കമ്പയർ ചെയ്യാൻ നമുക്ക് റേഷ്യോ അനാലിസിസ് കൂടുതലായിട്ടും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അനാലിസിസ് ഓഫ് ഓപ്പറേഷണൽ സ്ട്രാറ്റജി. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ
ബ്രേക്ക് ഈവൻ അനാലിസിസും സെൻസിറ്റിവിറ്റി അനാലിസിസും റിസ്ക് അനാലിസിസും ആണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ എന്താണ് ഓപ്പറേഷണൽ സ്ട്രാറ്റജി അനാലിസിസ്. The profitability projection or estimates of working result already discussed in the chapter are based on the assumption that project would operate at a given level of capacity utilization in future. But as we know, future is always uncertain. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ടെക്നിക്സും ഒരു അസംഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ്. അതായത് എന്താണ് അസംഷൻ? ഫ്യൂച്ചറിൽ ഒരു ഒരു മിനിമം ലെവൽ ഓഫ് കപ്പാസിറ്റിയിൽ ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യും എന്നുള്ളൊരു എസ്റ്റിമേഷനിലാണ് ബാക്കിയുള്ള എല്ലാ മെത്തേഡും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അനാലിസിസ് നടത്തുന്നത്. പക്ഷേങ്കിൽ റിയാലിറ്റി അതായിരിക്കണമെന്നില്ല. ഓക്കെ, ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അൺസർട്ടൈൻ ആണ്. We may not be able to forecast the exact magnitude of benefit and cost expected from particular project. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള എക്സാക്റ്റ് കോസ്റ്റും അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, in order to lessen the risk of these uncertainties at the time of assessing soundness of an investment project, the following techniques may be used. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു പ്രോജക്റ്റിൻ്റെ സൗണ്ട്നെസ് ഓർ പ്രോഫിറ്റബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് അതർ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ആ ടെക്നിക്സിൽ ഫസ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. The break-even analysis is the most widely used techniques of cost volume profit analysis. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് നടത്താൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ 2 ways, നെയിംലി ഇൻ നാരോ സെൻസ് ആൻഡ് ഇൻ ബ്രോഡ് സെൻസ്. ഈ 2 സെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. Used in narrow sense, it is considered with the calculation of break-even point. അപ്പോൾ ഈ ഒരു നാരോ സെൻസ് പ്രകാരം ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൽക്കുലേഷൻ തന്നെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്? ഇറ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ പ്രൊജക്റ്റ് നൈദർ ഏൺസ് പ്രോഫിറ്റ് നോർ ഇൻകേഴ്സ് ലോസ്. പ്രൊജക്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല, ലോസും ഇൻകർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പർട്ടിക്കുലർ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു പോയിൻ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. At this point, total cost equal to total sales. Okay. Break-even point is the equilibrium point or value between cost price and profits. Indeed, it's a balancing point. Okay. In a broad sense, എന്താണ്? In a broad sense, it refers to a system of analysis that can be used to determine the probable profit at any level of activity. അതായത് ഏതൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും അതിന് ഏൺ ചെയ്യാൻ കഴിയുന്ന പ്രോബബിൾ പ്രോഫിറ്റ്, അതിൻ്റെ ഒരു ലെവലിനെയാണ് നമ്മളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബബിൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ടൂൾ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് വെയർ ബൈ ദി ഇമ്പാക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ പ്രോഫിറ്റ് പൊസിഷൻ ഈസ് ചേഞ്ചസ് ഇൻ വോളിയം, പ്രൈസ്, കോസ്റ്റ്. അതായത് വോളിയം, പ്രൈസ്, കോസ്റ്റ് ആൻഡ് മിക്സ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിക്ക് വരുന്ന ചേഞ്ചസ് അത് അതിൻ്റെ ഒരു എസ്റ്റിമേഷനാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ബ്രേക്ക് ഈവൻ അനാലിസിസ് ടെക്നിക്ക് കോമൺലി യൂസ്ഡ് ടു അസസ് എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസാണ് ഈ ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ബി ഇ പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബി പി ഇൻ യൂണിറ്റ്സും റുപ്പീസിലും കാൽക്കുലേറ്റ് ചെയ്യാം. യൂണിറ്റ്സിലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ദെൻ ബി പി ഇൻ റുപ്പി ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ആണ്. ആ രീതിയിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ബ്രേക്ക് ഈവൻ ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനൊരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം കോസ്റ്റ് ലൈന്, ഡിഫറെൻറ്റ് കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നു. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിൽ നമുക്ക് എന്ത് കിട്ടും, ബി പി കിട്ടും. ഓക്കെ,
ദെൻ ഈ ബ്രേക്ക് ഈവൻ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ടേംസൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എന്താണെന്നും പ്രോഫിറ്റ് വോളിയം എന്താണെന്നും പി വി റേഷ്യോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പി വി പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരുപാട് യൂസസ് ഓർ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ഈ പി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊഡക്റ്റ് പ്രൈസിങ്ങിന് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫോർകാസ്റ്റിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനും പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ദെൻ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനും ഡിസൈഡ് പ്രോഫിറ്റ്, ഈ പ്രോജക്റ്റിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസൈഡ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് യൂസ് ചെയ്യാം. പിന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ്സ് എ ഷോർട്ട് റൺ അനാലിസിസ് ആണ്. ഈ കോസ്റ്റ് വോളിയം റിലേഷൻഷിപ്പിൻ്റെ ഒരു ഷോർട്ട് റൺ അനാലിസിസ് ആണ് BEP നമ്മൾ നടത്തുന്നുള്ളൂ. ദെൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് കോസ്റ്റ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. BEP നമ്മൾ കോസ്റ്റ് ഫിക്സഡ് എന്നും വേരിയബിൾ എന്നൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, ദെൻ the assumptions that only one product is produced or that sales mix remains constant is difficult to find out in actual life. Then break-even analysis completely ignores the capital employed in പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന് എത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോസ്റ്റും സെയിൽസ് വോളിയം മാത്രമാണ് നമ്മളിതിൽ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then sensitivity analysis. The techniques of sensitivity analysis helps in studying the impact of crucial variables like raw materials, sales volume, sales price, degree of capacity utilization, etc. over economic viability of enterprises. അതായത് ഈ പറഞ്ഞിട്ടുള്ള വാരിയബിൾസ്, ക്രൂഷ്യൽ ആയിട്ടുള്ള വാരിയബിൾസ് ഒരു എൻ്റർപ്രൈസസിൻ്റെ എക്കണോമിക് വയബിലിറ്റി, അതിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ദിസ് അപ്രോച്ച് ദ വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് കീ വാരിയബിൾസ് ഈസ് ചേഞ്ച്ഡ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഡിഫറെൻറ്റ് വാരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, ചേഞ്ചസ് ഈസ് എഫക്റ്റഡ് ഇൻ വൺ വാരിയബിൾ ആൻഡ് വാല്യൂ ഓഫ് അതർ വാരിയബിൾസ് ആർ അസ്യൂംഡ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ റിസൾട്ട് ആർ അനലൈസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സെൻസിറ്റിവിറ്റി ഓഫ് വാരിയസ് വാരിയബിൾസ്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വാരിയബിൾസിൻ്റെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്തുകൊണ്ട് ഓരോന്നിനും ഉണ്ടാക്കുന്ന ഈ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, then risk analysis. Risk analysis helps in identify the sources of risk such as risk arising in price of raw materials, tax and duties, product price, etc., which have a great bearing in determining the future returns for the project. അതായത് റിസ്ക് അനാലിസിസ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അനലൈസ് ചെയ്യുന്നത്, ഈ ഒരു റിസ്ക് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഐഡൻറ്റിഫൈ ദി സോഴ്സ് ഓഫ് റിസ്ക് ഉണ്ടാകാനുള്ള റീസൺസ് അല്ലെങ്കിൽ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ റിസ്ക് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അക്കോർഡിംഗ്ലി റിസ്ക് അനാലിസിസ് ഓഫേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റർ ടു റീഡിസൈൻ ഹിസ് പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ റിസ്ക് ഉണ്ടാവാം, ഏതൊക്കെ സോഴ്സിലൂടെ നമുക്ക് റിസ്ക് ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ റിസ്ക് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിസ്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എന്ത് ചെയ്യാം, റീഡിസൈൻ ചെയ്യാം. അതായത് നമ്മൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് കൂടുതൽ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഫർദർ ഡിസിഷൻ നമുക്ക് എടുക്കാനുള്ളൊരു
ചാൻസും ഈ റിസ്ക് അനാലിസിസൊക്കെ തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ള കാര്യങ്ങൾ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ വിട്ടുപോകാതെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും ബേക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം.